ഈരാറ്റുപേട്ട നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം മൂലം പല വീടുകൾക്കും ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനം എന്ന രീതിയിൽ നഗരസഭ വളരെ ഗൗരവമായിട്ട് തന്നെ അനുഭവത്തിൻ്റെ വെളിച്ചത് വളരെ മുൻകരുതലുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒട്ടുമിക്ക പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട നഗരസഭയിൽ 28 വാർഡുണ്ടെങ്കിൽ അതിലേറ്റവും കൂടുതൽ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന വാർഡ് എന്ന് പറയുന്നത് 7, 8, 9, അതുപോലെ തന്നെ വടക്കേക്കര ഭാഗത്ത് 4, 5, 6 വാർഡ്, കൂടാതെ തെക്കേക്കരയിൽ 21, 22, 23 വാർഡ്. ഈ ഇത്രയും വാർഡുകളാണ് ഇപ്പോഴും വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നൊരുക്ക പ്രവർത്തനം എന്ന രീതിയിൽ ജനങ്ങളോട് വലിയ രീതിയിൽ അവരുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം മുൻകൂട്ടി നേരത്തെ തയ്യാറാക്കി അവരൊരു ഫയലിനകത്ത് വെക്കാനും, അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ഇൻസിഡൻ്റ് ഉണ്ടെങ്കിൽ നഗരസഭയായിട്ട് കോൺടാക്ട് ചെയ്യാനും എല്ലാം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ വില്ലേജ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നഗരസഭ കാലാകാലങ്ങളിൽ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് MLPSും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും നമ്മൾ നഗരസഭയുടെ കസ്റ്റഡിയിലേക്കാക്കി രാത്രിയിലോ അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന പക്ഷം പബ്ലിക് ആവശ്യപ്പെടുന്ന പക്ഷം അവരെ അങ്ങോട്ടേക്ക് പുനരധിവസിപ്പിക്കാനുള്ളൊരു സാഹചര്യം കൂടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ ഇപ്പം വെള്ളപ്പൊക്ക ഭീഷണി എന്ന് പറയുന്നത് നമുക്ക് ഡാമുകളുടെ ഒരു പ്രശ്നം വളരെ നമ്മൾ പബ്ലിക്കുമായിട്ട് സംസാരിക്കുമ്പോൾ വലിയ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. കാരണം ഡാമുകൾ ഇപ്പം നമ്മൾ 2 ഡാമിൻ്റെ നമ്മുടെ ഇലക്കയം ചെക്ക് ഡാമും വടക്കേക്കര ചെക്ക് ഡാമും നമ്മൾ തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ രീതിയിലൊരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല. കൂടാതെ നമ്മൾ തോടുകളും ആറുകളും ഒക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് അടിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണും മണലും എക്കലും ഒക്കെ മാറ്റിയാൽ ഒരു പരിധിവരെ നമുക്ക് ഈ ഭീഷണിയിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കും. പക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു ദുരവസ്ഥ വെച്ച് ഈ മണലെല്ലാം നമ്മൾ മാറ്റിയിട്ട് ഇതുവരെ നീക്കം ചെയ്യാൻ സാധിക്കാത്ത വലിയൊരു ദുരവസ്ഥയാണ്. പക്ഷെ കാലാകാലങ്ങളിൽ വേനലോടുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നഗരസഭാ തലത്തിൽ ചെയ്താൽ കുറച്ചുകൂടി ഒരു പരിധിവരെ വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്നും നമുക്ക് ജനങ്ങളെ മുക്തരാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു മഴക്കാലക്കെടുതിയുടെ വ്യാപ്തി എത്രയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എന്നാലും നഗരസഭ മുൻകൈ എടുത്ത പുഴമാപിനിയും മഴമാപിനിയും നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. റിക്ടർ സ്കെയിലിൽ എത്രയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്താം. മുഴുവൻ RRT അംഗങ്ങളോടും ഇന്നലെയൊക്കെ ആയിട്ട് നിർദ്ദേശം നൽകി. ടീം എമർജൻസി, ടീം നന്മക്കൂട്ടം, ടീം റെസ്ക്യൂ. ടീം എമർജൻസി രാവിലെ മുതലുണ്ടായിരുന്നു. 7-ാം വാർഡിൽ ഇപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനം അവർ ആ ഭാഗത്തുള്ള വീടുകളിലുള്ള സാധനങ്ങളെല്ലാം മാറ്റി അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു വ്യാപ്തി, ഇത് എൻ്റെ വാർഡാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യാപ്തി എന്ന് പറഞ്ഞാൽ ഡാം തുറന്നു വെച്ചുകൊണ്ട് വലിയൊരു വെള്ളത്തിൻ്റെ തോത് ഇങ്ങോട്ടേക്ക് കൂടുതലായിട്ട് വന്നിരുന്നില്ല. പിന്നെ PWDയുടെ ഓടകൾ അടഞ്ഞിരിക്കുന്നതും വലിയൊരു ഭീഷണി നേരിടുന്നുണ്ട്. ഇവിടെ പിന്നെ നമ്മളെ കുടിവെള്ള സോഴ്സിലേക്കുള്ള പൈപ്പ് ലൈന് തോട് വഴി വലിക്കുമ്പോൾ അതിൽ തട്ടി നിന്നിട്ട്, അതായത് വേസ്റ്റ് വന്ന് അതിൽ തട്ടി നിന്നിട്ട് ഒരു പരിധിവരെ വെള്ളം കയറാനുള്ളൊരു സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ഞാൻ ഇന്ന് മുഴുവൻ വാർഡുകളും സന്ദർശനത്തിൽ നിന്നും ജനങ്ങളുടെ ഇടയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അത് തീർച്ചയായിട്ടും അത് കുടിവെള്ള പദ്ധതി നടത്തുന്ന മുഴുവൻ സൊസൈറ്റികളെയും വിളിച്ചു ചേർത്തുകൊണ്ട് അത് തോടിനകത്തു നിന്നും സൈഡിലേക്ക് മാറ്റിയിടാനുള്ളൊരു സാഹചര്യം കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എല്ലാ രീതിയിലും നഗരസഭ എല്ലാ മുൻകരുതലുകളും നടത്തിയിട്ടുണ്ട്. ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് തന്നെയാണ് പറയുവാനായിട്ടുള്ളത്.